വീണ്ടും വാർത്തയിലേക്ക്. നീന്തൽ താരങ്ങളുടെ വേഗം കണക്കാക്കാനുള്ള ഉപകരണം പോലും ഇല്ലാതെ സംസ്ഥാന നീന്തൽ അസോസിയേഷൻ. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് സമാപിച്ച സംസ്ഥാന നീന്തൽ മത്സരത്തിൽ ഇത്തരം സൗകര്യമില്ലാത്തതിനാൽ പല മികച്ച താരങ്ങൾക്കും ദേശീയ മത്സരത്തിലേക്ക് അർഹത പോലും നഷ്ടപ്പെട്ടു. ഇതിനെതിരെ പ്രതിഷേധവുമായി നീന്തൽ താരങ്ങളും പരിശീലകരും രക്ഷിതാക്കളും രംഗത്ത് വന്നിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് ബീനാറാണി ചേരുന്നു. ബീനാറാണി, നീന്തൽ അസോസിയേഷന്റെ സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുത്ത നമ്മുടെ കേരളത്തിൻ്റെ ഭാവി താരങ്ങൾക്ക് പക്ഷേ കൃത്യമായി ദേശീയ തലത്തിലേക്ക് മത്സരിക്കാൻ കഴിയാതെ പോയി, അർഹത നേടാൻ കഴിയാതെ പോയി. കാരണം ഇവർ നീന്തുന്നതിൻ്റെ വേഗം അളക്കാനുള്ള ആധുനിക സംവിധാനം നീന്തൽ അസോസിയേഷൻ്റെ കയ്യിലില്ല എന്നുള്ള വളരെ സങ്കടകരമായ കാര്യമാണ്. അപ്പോൾ ഈ ഇത്തരം സംവിധാനം പോലും ഏർപ്പെടുത്താതെയാണ് ഒരു സംസ്ഥാനതല മത്സരം നടത്തുന്നത്. അപ്പോൾ വലിയ പ്രതിഷേധം മത്സരിച്ചവരും പരിശീലകരും രക്ഷിതാക്കളും ഒക്കെ ഉയർത്തുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ ബീനാറാണ്. വിനോദെ, കഴിഞ്ഞ ദിവസങ്ങളിലാണ് തിരുവനന്തപുരത്ത് സംസ്ഥാന നീന്തൽ മത്സരങ്ങൾ സമാപിക്കുന്നത്. അതായത് ജില്ലാതല മത്സരങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു സംസ്ഥാനത്തെ നീന്തൽ മത്സരങ്ങളുടെ ഫൈനൽ നടന്നത് തിരുവനന്തപുരത്ത്. ഇവിടുന്ന് യോഗ്യരാകുന്നവരെയാണ് ഓഗസ്റ്റ് 6 ജയ്പൂരിൽ നടക്കുന്ന ദേശീയ നീന്തൽ മത്സരത്തിൽ പങ്കെടുപ്പിക്കുന്നത്. എന്നാൽ തിരുവനന്തപുരത്ത് നടന്ന മത്സരത്തിൽ കൃത്യമായ രീതിയിലല്ല യോഗ്യതയുള്ളവരെ തിരഞ്ഞെടുത്തതെന്ന ആരോപണമാണ് ഇപ്പോൾ മാതാപിതാക്കളും ഒപ്പം തന്നെ വിദ്യാർത്ഥികളും പരിശീലകരും എല്ലാം ഉന്നയിക്കുന്നത്. അതായത് മൈക്രോ സെക്കൻഡുകൾ പോലും നിർണായകമാകുന്ന ഒരു സാഹചര്യത്തിൽ കൃത്യമായ വേഗത അളക്കാനുള്ള ടച്ച് പാഡ് എന്ന ഒരു ഉപകരണം സംസ്ഥാന നീന്തൽ അസോസിയേഷൻ അത്തരമൊരു സംവിധാനം ഒരുക്കിയിരുന്നില്ല. വ്യത്യസ്ത ട്രാക്കുകളിൽ നിന്ന് സ്റ്റോപ്പ് വാച്ചുകൾ വഴിയാണ് ഈ ടൈമിംഗ് അളന്നത്. അതുതന്നെ വലിയ രീതിയിലുള്ള അട്ടിമറി നടന്നു, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള കുട്ടികൾക്ക് അതിൽ യോഗ്യത നേടാൻ സാധിക്കാത്ത ഒരു സാഹചര്യം വന്നു എന്നാണ് ഇപ്പോൾ ഇവർ ആരോപിക്കുന്നത്. അതായത് കൃത്യമായ വേഗത. തുടരുക. ഇതുമായി ബന്ധപ്പെട്ട മത്സരിച്ച ഒരു നീന്തൽ താരത്തിന്റെ രക്ഷകർത്താവ് ശ്രീ സുബീഷ് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ സുബീഷ്, ഈ സംസ്ഥാന തലത്തിൽ നടത്തിയ നീന്തൽ മത്സരത്തിൽ ആധുനികമായ യാതൊരു സംവിധാനവും ഇല്ലാതെയാണ് മത്സരം സംഘടിപ്പിച്ചത്. മത്സരിക്കുന്ന കുട്ടികൾ എത്ര വേഗം അവർ നീന്തിയെത്തി എന്നുള്ളത് അറിയാനുള്ള, അത് വളരെ ചെറിയ നിമിഷങ്ങളുടെ വ്യത്യാസത്തിലാണല്ലോ വലിയ റെക്കോർഡുകൾ പോലും നഷ്ടപ്പെടുന്നത്. അത് അളന്ന് കൃത്യമായി രേഖപ്പെടുത്തുന്നതിനുള്ള സംവിധാനം പോലും ഇല്ലാതെയാണ് നീന്തൽ അസോസിയേഷൻ ഇത്തരത്തിലുള്ള സംസ്ഥാന മത്സരം സംഘടിപ്പിച്ചത്. അതുകൊണ്ട് ദേശീയ തലത്തിലേക്കുള്ള അവരുടെ അവസരങ്ങൾ പോലും നഷ്ടപ്പെടുന്ന സാഹചര്യം. കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാമാണ് ശ്രീ സുബീഷ്? അതെ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാം, പറഞ്ഞോളൂ. അതെ, നീന്തൽ പോലുള്ള മത്സരങ്ങൾ എന്ന് പറഞ്ഞാണെങ്കിൽ മൈക്രോ സെക്കൻഡ്സിന്റെ വ്യത്യാസമാണ് കുട്ടികളുടെ ഫസ്റ്റ് സെക്കൻഡ് പോലുള്ള സ്ഥാനങ്ങൾ നിശ്ചയിക്കപ്പെടുന്നത്. അതെ. അപ്പൊ ഈ സ്റ്റേറ്റ് മത്സരങ്ങളിലൊക്കെ ഈ ടച്ച് പാഡ് എന്ന് പറയുന്ന സാധനം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇപ്പൊ ബാക്കിയുള്ള സ്റ്റേറ്റിലൊക്കെ ഈവൻ ഡിസ്ട്രിക്ട് മത്സരങ്ങൾക്ക് വരെ ടച്ച് പാഡ് വെക്കാറുണ്ട്. ഇത് എന്താ അധികം വില കൂടിയ ഒരു സംവിധാനമാണോ ഈ പറയുന്ന ടച്ച് സ്ക്രീൻ എന്ന് പറയുന്നത്? എന്റെ കണക്കിൽ ഒരു 10-80 ലക്ഷം രൂപ വില വരുന്നതാണ് അത്. പിന്നെ അതിന് സെപ്പറേറ്റ് ആയിട്ട് ബോക്സ് ഒക്കെ ആക്കിയിട്ട് വേണം, വളരെ കെയർഫുൾ ആയിട്ട് വേണം അത് ഉപയോഗിക്കുന്നത്. പിന്നെ അതിനൊരു പീരിയോഡിക് മെയിന്റനൻസ് വേണം. നമ്മൾ ഈ നാഷണൽ കോമൺവെൽത്ത് ഒക്കെ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള അസോസിയേഷനിലൊക്കെ ഇത് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ അതിനൊക്കെ വളരെ കെയർഫുൾ ആയിട്ട് യൂസ് ചെയ്യണം, മുന്നിടക്കെടുത്ത് നോക്കണം അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. ഇപ്പൊ ട്രിവാൻഡ്രത്തിന്റെ ഡിസ്ട്രിക്ട് മത്സരം നടന്നപ്പോൾ ഈ ടച്ച് പാഡ് യൂസ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഇപ്പൊ സ്റ്റേറ്റ് മത്സരം വന്നപ്പോഴാണ് അത് വർക്ക് ചെയ്യാണ്ടായപ്പോ കംപ്ലീറ്റ് അത് കളഞ്ഞിട്ട് ഇവര് സ്റ്റോപ്പ് വാച്ച് വെച്ചിട്ടാണ് മാനുവലായിട്ടാണ് ടൈം എടുക്കുന്നത്. അത് 50 മീറ്റർ പോലുള്ള ഇവന്റുകളിലൊന്നും ഈ മാനുവൽ എങ്ങനെ ടൈം എടുത്താലും നമുക്കത് കിട്ടില്ല, പലർക്കും പല ടൈമാണ് കിട്ടുക. അപ്പോ ആ ഒരു സാങ്കേതികത്വം വെച്ചുകൊണ്ട് ഫസ്റ്റ് വന്ന കുട്ടിയുടെ നാഷണൽ ക്വാളിഫിക്കേഷൻ, ചിലപ്പോൾ സെക്കൻഡിന്റെ നാഷണൽ ക്വാളിഫൈഡ് ടൈം വേറെയാണ്. അപ്പൊ കുട്ടികളുടെ അവസരം നഷ്ടപ്പെടുന്നു. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മളെ അസോസിയേഷനിലും അല്ലാതെ വേണ്ടത് കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയിട്ടാണ്. ഈ ഒരു നാഷണൽ ഇവന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ അടുത്ത അഡ്മിഷൻ, ജോലി സാധ്യത, പല പല കാര്യങ്ങളുണ്ട്. ചില കുട്ടികളൊക്കെ മത്സരിക്കുന്ന ഇവന്റിൽ ലാസ്റ്റ് ചാൻസ് ഒക്കെയാവും അവരുടെ. അപ്പൊ ഈ ഒരു കടമ്പ കടന്ന് കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ലൈഫ് തന്നെ മാറുന്ന ഇവന്റ്സ് ആണ്. അപ്പൊ നമ്മൾ ഈ ഒരു പ്രോപ്പറായിട്ട് നടത്തി പ്രോപ്പറായിട്ട് നമ്മൾ ടച്ച് പാഡൊക്കെ വെച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അംഗീകരിക്കും. അല്ല എന്ന് വെച്ചാൽ മറ്റുള്ള സ്റ്റേറ്റുകളിലൊക്കെ ഫസ്റ്റും സെക്കൻഡും കൊണ്ടുപോകും, ചില സ്റ്റേറ്റുകൾ 3rd വരെ കൊണ്ടുപോകുന്നു. അതുപോലെ റിലേറെ ടീമിനെ കൊണ്ടുപോകുന്നില്ല. അപ്പൊ നമ്മൾ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാങ്കേതികത്വം നോക്കാതെ ഈ നമ്മൾ ആധുനിക സംവിധാനം യൂസ് ചെയ്യാതെയാണ് ഇത് എടുത്തിട്ടുള്ളത്. അപ്പൊ കുട്ടികൾക്ക് ആ ഒരു കൺസിഡറേഷൻ കൊടുത്ത് നമ്മൾ ഓൾറെഡി കളക്ടർ ബ്രോ ഒക്കെ അവിടെ വന്നിരുന്നു. അപ്പൊ പുള്ളിക്ക് നമ്മൾ
അതിന്റെ ഒരു നിവേദനം സമർപ്പിച്ചിരുന്നു. ഈ പറഞ്ഞ പരാതി, ഇപ്പൊ നമ്മൾ ഈ പറയുന്ന പരാതി അല്ല, ഇതുമായി ബന്ധപ്പെട്ട പുതിയ കായിക മന്ത്രി ഒ.ജെ. ജനീഷ് ഉണ്ടല്ലോ, അപ്പോൾ അദ്ദേഹത്തിന് ഇത് സംബന്ധിച്ച പരാതി നൽകാൻ നിങ്ങൾ എന്തെങ്കിലും കായിക മന്ത്രിയെ കാണുന്നതിന് എന്തെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ടോ ശ്രീ സുബീഷ്? കായിക മന്ത്രി അതിനുള്ള അപ്രോച്ചൊക്കെ നടത്തിയിട്ടുണ്ട്. ഓൾറെഡി മെയിലൊക്കെ പോയിട്ടുണ്ട്. ഇപ്പൊ കോച്ചുമാരുടെ ഭാഗത്തും ബാക്കിയുള്ള എല്ലാ ജില്ലയിലുള്ള കോച്ചുമാരും അവരുടെ ഭാഗത്തുനിന്ന് ഒരു നിവേദനം പോയിട്ടുണ്ട്. പിന്നെ അവിടെ അന്നുണ്ടായിരുന്ന പേരൻസ് എല്ലാവരും കൂടി ഒരു മെമ്മോറാണ്ടം തയ്യാറാക്കി അതിന് സൈൻ ചെയ്ത് ഇപ്പൊ കളക്ടർ സ്പോർട്സ് ഡയറക്ടർ ആയിരുന്നു സമ്മാനം ഉദ്ഘാടനം ചെയ്യാൻ വന്നത്. പുള്ളി വരുന്ന ടൈമിൽ നമ്മൾ അത് കൊടുത്തു, റിട്ടേൺ ഡോക്യുമെന്റ് കൊടുത്തു. കളക്ടർക്ക് കൊടുക്കുന്നത് ഇരിക്കട്ടെ, അതുകൂടാതെ ഇതുമായി ബന്ധപ്പെട്ട കായിക മന്ത്രിയെ തന്നെ ഈ വിവരങ്ങൾ അറിയിക്കേണ്ടതല്ലേ? കായിക മന്ത്രിയിലേക്ക് മെയിൽ പോയിട്ടുണ്ട്. കായിക മന്ത്രിയുടെ അപ്പോയിന്റ്മെന്റ് നമുക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഡിക്ലെയർ ചെയ്തിട്ടില്ല എന്നാ ആരൊക്കെ പോകുന്നുള്ളത്. അപ്പൊ നമ്മള് എനിക്ക് എന്താണെന്ന് ഈ ഒരു കാരണം നമ്മുടെ പരാതി പോയത് കൊണ്ട് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇപ്പോ സാധാരണ സംഭവിക്കാന്ന് വെച്ചാൽ ഇവന്റ് കഴിഞ്ഞ അന്ന് തന്നെ നാഷണൽ സെലക്ട് ചെയ്യുന്ന കുട്ടികളെയൊക്കെ ഒരു പ്രത്യേക റൂമിൽ അസംബിൾ ചെയ്ത് നിങ്ങളാണ് സെലക്ടഡ്, അതിനുള്ള ഡയറക്ഷൻസ് ഒക്കെ തരാറുണ്ട്. ഇതിപ്പോ ഈ ഒരു പരാതിക്ക് പോയത് കൊണ്ട് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോ അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ നമ്മൾ കൊടുത്ത പരാതിയുടെ? ഞങ്ങൾക്ക് പറയാന്ന് വെച്ചാൽ നമ്മളിപ്പോ അസോസിയേഷനായിട്ടോ ആരുമായിട്ടുള്ള ഒരു ഫൈറ്റിനല്ല പോകുന്നത്. കുട്ടികൾക്ക് വേണ്ടിയായിരിക്കണം അസോസിയേഷൻ. നമ്മുടെ അടുത്തൊരു ആൻസിസോജനും മറ്റുള്ളവരൊക്കെ വളർന്നു വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഫേവർ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക, അത്രയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നമ്മളൊരാളായിട്ട് ഫൈറ്റിനോ ഒന്നിനല്ല പോകുന്നത്. ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ 4:30 എഴുന്നേറ്റിട്ടാണ് സ്വിമ്മിങ്ങിന് പോയിട്ട് എത്ര 2 നേരം പോയി എത്ര എഫർട്ട് അതിന്റെ പിന്നിലുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു കൊല്ലത്തെ പ്രാക്ടീസാണ് അവിടെ പോയിട്ട്. ഈ പറഞ്ഞ സാങ്കേതികത ഇല്ലാണ്ട് പിന്നെ പിള്ളേര് ഡൗൺ ആവണം. എന്റെ ടൈം അല്ല വന്നത്, ഞാനായിരുന്നു ഫസ്റ്റ്. അപ്പൊ ഒരു ചെറിയൊരു സംഭവമാണ്. അപ്പൊ നമ്മൾ പേരന്റ്സ് എടുക്കുമ്പോൾ ചിലപ്പോൾ മറ്റേ കുട്ടിയായിരിക്കും. അപ്പൊ ആരും ഇങ്ങനെയുള്ള ഇതുകളൊക്കെ വരാണ്ടിരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ടെക്നോളജി യൂസ് ചെയ്യുന്നു. പിന്നെ ഈ പറഞ്ഞ സംഭവം ഒന്നും ഇവിടെ നന്നാക്കാൻ പറ്റാത്ത സാധനമല്ല. കെൽട്രോൺ പോലുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇത് വർക്ക് ചെയ്യാത്ത സാധനമാണെങ്കിൽ അവിടെ നിന്ന് ആള് വന്ന് നമ്മളെ എത്രയോ സർക്യൂട്ടുകളൊക്കെ ഈ കമ്പ്യൂട്ടറിന്റെ സർക്യൂട്ടൊക്കെ നന്നാക്കുന്ന സ്ഥലമല്ലേ. അത് നന്നാക്കാൻ അത് മുന്നേ അറിയണം, നമ്മളത് അറിയണം. അപ്പൊ അതിന് അല്ലെങ്കിൽ അടുത്ത സ്റ്റേറ്റിൽ നിന്ന് കൊണ്ടുവരാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. റെന്റ് കൊടുത്ത് കൊണ്ടുവന്ന് ഈ പരിപാടി നല്ലപോലെ നടത്തുക. അതൊക്കെയാണ് ഈ കായിക താരങ്ങളും നിങ്ങൾ ഉൾപ്പെട്ട രക്ഷിതാക്കളും ഒക്കെ ഈ വിഷയം കായിക മന്ത്രിക്ക് നേരിട്ട് പരാതി നൽകി ഇതിന്റെ പരിഹാരം തേടാനുള്ള ഒരു ശ്രമത്തിലേക്ക് ആലോചിക്കുന്നുണ്ടോ സുബീഷ്? അല്ല, അത് ഡിസിഷനിൽ മാറ്റം ഇല്ല എങ്കിൽ അതുമായി മുന്നോട്ട് പോകാനാണ് പ്ലാൻ. വ്യക്തമാണ്. സംസ്ഥാന തലത്തിൽ നടത്തിയ നീന്തൽ മത്സരത്തിൽ പോലും കൃത്യമായി ആ കുട്ടികളുടെ വേഗം അളക്കാനുള്ള സംവിധാനമില്ലാതെയാണ് മത്സരം നടത്തുന്നത്. വലിയ വീഴ്ചയാണ് ഈ ഭാഗത്ത് ഉണ്ടായത്. അതുകൊണ്ട് നമ്മുടെ കായിക താരങ്ങളുടെ ദേശീയ തലത്തിലേക്കുള്ള അവസരം പോലും നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഈ കായിക താരത്തിൻ്റെ രക്ഷിതാവ് സുബീഷ് അഭിപ്രായപ്പെട്ടത്. ബീന റാണി, നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് യാതൊരുവിധ മുന്നൊരുക്കങ്ങളും ഇല്ലാതെ വെറുതെ ഒരു നീന്തൽ മത്സരം നടത്തുക, എന്നിട്ട് വാച്ച് നോക്കി സമയം തീരുമാനിക്കുക. അങ്ങനെയാണ് ഈ കുട്ടികളുടെ വേഗം അളക്കുന്നത്. ആധുനിക സംവിധാനങ്ങളൊന്നും നമ്മുടെ നീന്തൽ അസോസിയേഷൻ നാളിതുവരെയായി അത് സംഘടിപ്പിക്കാതെ ആണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ എങ്ങനെ ഈ കായിക കേരളത്തിൽ നിന്നും നാളെ ഒരു താരം അത് ഉയർന്നു വരും? ശ്രീ ബീന റാണി. വിനോദ്, അത് തന്നെയാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒരുക്കാതെ ലക്ഷങ്ങൾ ചെലവിട്ട് ഇത്തരം മത്സരങ്ങൾ നടത്തിയിട്ട് ഇതുകൊണ്ട് ആർക്കാണ് പ്രയോജനം എന്നാണ് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഒപ്പം പരിശീലകരും ചോദിക്കുന്നത്. അതായത് കുട്ടികൾ വളരെയധികം കഷ്ടപ്പെട്ട, അതായത് കഠിനാധ്വാനം ചെയ്ത് അതിരാവിലെ എഴുന്നേറ്റ് നീന്തൽ പരിശീലനവും മറ്റും ചെയ്ത് അതോടൊപ്പം തന്നെ രക്ഷിതാക്കളും ഇവരോടൊപ്പം നിന്ന് ഇതെല്ലാം ചെയ്തതിന് ശേഷവും വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിലുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുന്നത് വലിയ വേദനയാണ് ഉണ്ടാക്കുന്നതെന്ന് തന്നെയാണ് രക്ഷിതാക്കൾ പറയുന്നത്. അതായത് ദേശീയ ഫെഡറേഷൻ, സ്വിമ്മിംഗ് ഫെഡറേഷൻ്റെ മാനദണ്ഡങ്ങൾ പോലും പാലിക്കാതെയാണ് ഇത് ചെയ്യുന്നതെന്നുള്ളതാണ് വേറൊരു കാര്യം. അതുകൊണ്ട് തന്നെ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഇതിൽ ഇടപെടണം എന്ന ഒരു ആവശ്യം ഇവർ ഉന്നയിക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ മറ്റൊന്ന്, ഇത്തരത്തിൽ യാതൊരു സൗകര്യങ്ങളും ഒരുക്കാതെ ഈ കുട്ടികളുടെ ഭാവി തന്നെ തുലാസിലാക്കുന്നത്, അതായത് ഇത്തരത്തിൽ നീന്തൽ മത്സരത്തിലും മറ്റും പങ്കെടുത്ത് വിജയികളാകുകയും ചെയ്താൽ അവർക്ക് മുന്നോട്ടുള്ള ഭാവിയിൽ പല രീതിയിലുള്ള പ്രയോജനങ്ങൾ അതുമൂലം ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഇത്ര കഷ്ടപ്പെട്ട് ഇങ്ങനെയൊരു മത്സരങ്ങളിൽ പങ്കെടുക്കാൻ തയ്യാറാകുന്നത്. നേരത്തെ ജില്ലാതല മത്സരം നടന്നപ്പോൾ തന്നെയും ഇത്തരത്തിൽ വലിയ പരാതികൾ ഉയർന്നിരുന്നു. അതായത് സാധാരണ 50 മീറ്റർ പൂളിൽ മത്സരങ്ങൾ നടക്കുമ്പോൾ 25 മീറ്റർ പൂള് മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് മത്സരിക്കാനായി ലഭിച്ചത്. അതുതന്നെ വലിയ സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. സാമ്പത്തിക കാരണങ്ങൾ പറഞ്ഞാണ് ഇത്തരത്തിൽ ചെറിയ പൂളിൽ ഇവരെ മത്സരിപ്പിച്ചത്. ആ സമയം തന്നെ രക്ഷിതാക്കളും മറ്റും എല്ലാ തരത്തിലും യാതൊരുവിധ സംവിധാനങ്ങളും ഇല്ലാതെയാണ് നീന്തൽ അസോസിയേഷൻ സംസ്ഥാന തലത്തിൽ മത്സരം നടത്തിയത് എന്ന് ഈ വാർത്തയിലൂടെ വ്യക്തമാണ്. 50 മീറ്റർ മത്സരത്തിന് 25 മീറ്റർ പൂളിൽ മത്സരം നടത്തുന്ന അസോസിയേഷൻ നീന്തുന്ന കുട്ടികളുടെ സമയം കണ്ടെത്താൻ ആധുനിക സംവിധാനമില്ലാതെ വാച്ചിൽ നോക്കി സമയം കണ്ടെത്തി. അതുകൊണ്ട് ദേശീയ തലത്തിൽ പോലും മത്സരിക്കാൻ കഴിയാതെ നമ്മുടെ നീന്തൽ താരങ്ങൾ ഒന്നുമല്ലാതെ മടങ്ങേണ്ടി വന്ന സാഹചര്യം. ഈ വാർത്തയാണ് ബീന റാണി റിപ്പോർട്ട് ചെയ്യുന്നത്.